എല്ലാവർക്കും നമസ്കാരം. നളചരിതം 2-ാം ദിവസത്തിലെ 1-ാം രംഗത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിലെ സന്ദർഭം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്ലോകം വായിച്ചാൽ മതി. അതിലുപരിയായിട്ട് നമ്മൾ ശ്ലോകത്തെ പഠിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ 1-ാമത്തെ ഭാഗത്തിൽ ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നളൻ്റെയും ദമയന്തിയുടെയും വിവാഹത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും 1-ാമത്തെ രംഗത്തിൽ പറയുന്നത്. അതായത് അനന്തരം സന്തുഷ്ടരായിട്ടുള്ള സുരേന്ദ്രന്മാരാലൊക്കെ സ്വയംവര സദസ്സിൽ വെച്ചിട്ട് വരങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് നിഷിത നൃപതി, അതായത് നളൻ സന്തോഷത്തോടു കൂടി തൻ്റെ പ്രിയതമയെ തൻ്റെ നാട്ടിലേക്ക്, തൻ്റെ നഗരത്തിലേക്ക് എത്തിക്കുകയും തുടർന്ന് വിജനത്തിൽ പ്രിയ വാക്കുകളെ കൊണ്ട് ഭൈമിയെ രസിപ്പിച്ചുകൊണ്ട് സുഖിച്ചു. ഭൈമി എന്ന് പറയുന്നത് ഭീമസേനൻ്റെ പുത്രി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ 1-ാമത്തെ രംഗം അവതരിപ്പിക്കപ്പെടുന്നത്. ആദ്യം നമുക്കപ്പോൾ നളൻ്റെ 1-ാമത്തെ പദം നമുക്ക് തുടങ്ങാം. ഇത് നളൻ പറയുന്നതാണ്. കുവലയ വിലോചനെ ബാലെ ഭൈമി കിസലയാദരെ ചാരുശീലേ. കുവലയം എന്ന് പറഞ്ഞാൽ കരിങ്കുവളപ്പൂവ് എന്നാണ് അർത്ഥം. വിലോചനം എന്ന് പറഞ്ഞാൽ കണ്ണ്. അപ്പോൾ കുവലയ വിലോചനെ എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ അർത്ഥം കരിങ്കൂവളപ്പൂവിന് സമാനമായിട്ടുള്ള കണ്ണുള്ളവളെ. ബാലെ ഭൈമി. ഭൈമി എന്ന് പറഞ്ഞാൽ അത് ഭീമസേനൻ്റെ മകളെ എന്നുള്ള അർത്ഥത്തിലാണ് ഭൈമി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. കിസലയാദരെ. കിസലയം എന്ന് പറഞ്ഞാൽ തളിര്, അധരം എന്ന് പറഞ്ഞാൽ ചുണ്ട്. അപ്പോൾ തളിര് പോലുള്ള ചുണ്ടുകളുള്ളവളെ, ചാരുശീലെ നല്ല പെരുമാറ്റമുള്ളവളെ എന്നുള്ള രീതിയിൽ. അതായത് അഴകാർന്ന കണ്ണുകളും തളിര് പോലുള്ള ചുണ്ടുകളും നല്ല പെരുമാറ്റവുമുള്ള സുന്ദരി എന്നുള്ള അർത്ഥത്തിലാണ് നളൻ്റെ ഈ 1-ാമത്തെ പദം. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നവയൗവനവും വന്നു നാൾ തോറും വളരുന്നു കളയൊല്ല വൃഥാകാലം നീ. ഇതാണ് അടുത്ത ഭാഗം. ഇതിൽ പറയുന്നത് നവയൗവനം എന്ന് പറഞ്ഞാൽ എപ്പോഴും പുതുമ തോന്നിക്കുന്ന യൗവനം. അതായത് നിന്നിൽ യൗവനം തുടിച്ചു നിൽക്കുകയാണ്, അപ്പോൾ നീ ഒട്ടും സമയം കളയരുത് എന്നുള്ള അർത്ഥത്തിലാണ്. നീ ലജ്ജ വിട്ട് യൗവനം സഫലമാക്കുക എന്ന സാരം. ഇതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഇതൊക്കെ നളൻ പറയുന്നതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതും നളൻ പറയുന്നത് തന്നെയാണ്. ഇന്ദ്രാദികൾ വന്നു വലച്ചു നമ്മെ, ഇടയിൽ വന്നിടരെല്ലാം നിലച്ചു, ഇന്ദുവദനെ നിന്നെ ലഭിച്ചു, ഇതിനാൽ ഇനിക്കു കേൾ പുരാ പുണ്യം ഫലിച്ചു, ഇനിയോ നിൻ ത്രപയൊന്നേ ഇനിക്കു വൈരിണി മന്യേ, തനിയെ പോയതു മൊഴിയാതോ. അവരുടെ പ്രണയബന്ധത്തിൽ ഒരുപാട് തടസ്സങ്ങൾ അവർ നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇവിടെ നളൻ ചെയ്യുന്നത്. ഇന്ദ്രാദികൾ വന്നു വലച്ചു നമ്മെ. അപ്പോൾ ദേവന്മാരെല്ലാവരും നമ്മളെ കുഴപ്പത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇടയിൽ വന്നിടരെല്ലാം നിലച്ചു. എന്നാൽ പിന്നീട് ഇടയിൽ വന്നിട്ടുള്ള ഇടരെല്ലാം നിലച്ചു. ഇടർ എന്ന് പറഞ്ഞാൽ തടസ്സം. പിന്നീട് തടസ്സങ്ങളെല്ലാം മാറി, തടസ്സങ്ങളെല്ലാം നിലച്ചു. ഇന്ദുവദനെ സുന്ദരി എന്നുള്ള അർത്ഥത്തിലാണ് ഇന്ദുവദനെ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. നിന്നെ ലഭിച്ചു, സുന്ദരി നിന്നെ ലഭിച്ചു, ഇതിനാൽ എനിക്കു കേൾ പുരാ പുണ്യം ഫലിച്ചു. സുന്ദരി എനിക്ക് നിന്നെ ലഭിച്ചു, അതുകൊണ്ട് തന്നെ എനിക്ക് പുരാപുണ്യം ഫലിച്ചു. പുരാപുണ്യം എന്ന് പറഞ്ഞാൽ മുജ്ജന്മത്തിലെ സുഹൃതം എന്നുള്ള അർത്ഥത്തിൽ. അതായത് നിന്നെ എനിക്ക് ലഭിച്ചത് കൊണ്ട് തന്നെ എനിക്ക് മുജ്ജന്മത്തിലെ സുഹൃതം ലഭിച്ചതുപോലെയാണ്. ഇനിയോ നിൻ ത്രപയൊന്നേ ഇനിക്കു വൈരിണി മന്യേ, തനിയെ പോയതു മൊഴിയാതോ. ഇനി എനിക്ക് എന്താണ് തടസ്സമെന്ന് വെച്ചാൽ, നിൻ ത്രപയൊന്നേ. ത്രപ എന്ന് പറഞ്ഞാൽ ലജ്ജ. നിൻ്റെ ലജ്ജയാണ്, നിൻ്റെ ഈ ലജ്ജയാണ് എനിക്കിപ്പോൾ തടസ്സം നിൽക്കുന്നത്, അതും കൂടെ മാറ്റിക്കൂടെ എന്നുള്ള അർത്ഥത്തിലാണ് തനിയെ പോയത് മൊഴിയാതോ. എന്തെങ്കിലും പറഞ്ഞ് ആ ലജ്ജ കൂടെ കളഞ്ഞുകൂടെ എന്നുള്ള അർത്ഥത്തിലാണ് ഈ വരി പ്രയോഗിച്ചിട്ടുള്ളത്. എനിക്ക് വൈരിണി മന്യേ. മന്യേ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. അതായത് നിൻ്റെ ഈ ലജ്ജയാണിപ്പോൾ എനിക്ക് ഏറ്റവും തടസ്സം നിൽക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അതുകൊണ്ട് ഇതും കൂടെ മാറ്റിക്കൂടെ എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്.